ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിതാ വെറൈറ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടും വന്നതാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും ഈവനിങ് സ്നാക്കിനും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണിത്. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തക്കാളി, 1 ടേബിൾ സ്പൂൺ ഒനിയൻ, പിന്നെ ഇതാ കുറച്ച് മല്ലിയില, ചില്ലി ഫ്ലേക്സ്, പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. തക്കാളിയും സവാളയും മല്ലിയിലും എല്ലാം ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തത്. അപ്പോൾ ഇതുപോലെ നന്നായി മിക്സ് ആക്കിയ ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ പാനിലോട്ട് ഞാൻ കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലിന് പകരം ബട്ടർ ഇടാം. ഇനി ഇത് നമ്മൾ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. പിന്നെ അത് ഒരു ഭാഗം വെന്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഓംലേറ്റ് ഇവിടെ റെഡിയായി. ഇനി ഈ ഒരു ഓംലേറ്റ് നമുക്കൊന്ന് കട്ടാക്കി എടുക്കാം. അപ്പോൾ 4 പീസാക്കിയിട്ടാണ് ഞാനിവിടെ കട്ടാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എത്രമാത്രം ബ്രെഡാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള കട്ടാക്കി റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബ്രെഡ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ബ്രെഡിൻ്റെ 4 സൈഡ് ഇതുപോലെ കട്ടാക്കി എടുത്തതിന് ശേഷം ഓരോന്നിൻ്റെ ഉള്ളിലോട്ടായിട്ട് ഇതുപോലെ മടക്കി വെച്ചാൽ മതി. അപ്പോൾ അതങ്ങനെ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് മാത്രം ഞാൻ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഉണ്ടാക്കി വെച്ച മുട്ടയുടെ ഒരു പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നടുഭാഗത്തായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ചീസ് ഇതിൻ്റെ നടുവിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഇതാ ഒരു പീസ് തക്കാളിയും കൂടി വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലോട്ടും കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചീസെല്ലാം വെച്ച ശേഷം നമ്മളിതാ നേരത്തെ ചെയ്ത പോലെ ബ്രെഡിൻ്റെ ആ ഒരു സൈഡും കൂടി ഒന്ന് മടക്കി ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ചീസും വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ചൊന്ന് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോവും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് പാനിലോട്ട് കുറച്ച് ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബട്ടറിലോട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച് ഈ ഒരു ബ്രെഡും കൂടി വെച്ച് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പൊക്കെ ചേർത്തിട്ടും നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ ഒരു രീതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഇത് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലേക്കും ചീസും ടൊമാറ്റോവും എല്ലാം വെച്ച് ആ ഒരു ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടി ഇതിലേക്കിട്ട് നമ്മൾക്കിതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്നില്ല. നമ്മൾ ഇതിൻ്റെ ചീസെല്ലാം ഒന്ന് മെൽട്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ അതായത് ഇതിൻ്റെ അടിഭാഗത്തെല്ലാം ഈ ഒരു രീതിയിലാണുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പല തരത്തിലുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ചാനലിൽ ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് കണ്ട് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.